നാദേന്ദ്രിയം. രചന ദക്ഷ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി. നൂഞ്ഞേരി. ഇത്ര പെട്ടെന്നൊരു യാത്ര പറച്ചിൽ അത് അവൾ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. അറിയാമായിരുന്നു ഒരിക്കൽ താൻ അതിന് തയ്യാറായ മതിയാവൂ എന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ട് തന്നെയാണ് തന്റെ കൈകളിലേക്ക് അവളെ ഏറ്റുവാങ്ങിയതും. പക്ഷെ അതൊരിക്കലും ഈ വിധമായിരിക്കുമെന്ന് താൻ ഒരിക്കൽ പോലും കരുതിയില്ല. അവൾ അങ്ങേയറ്റ ഹൃദയഭാരത്തോടെ ഓർത്തുകൊണ്ട് തന്റെ കണ്ണുകൾ അടച്ചു. പുറത്ത് മഴ കനത്തു തുടങ്ങി. മഴയ്ക്കൊപ്പം അവരുടെ രണ്ടുപേരുടെ ചിന്തകളും കനത്തു വന്നു. പോകെ പോകെ ആ ചിന്തകളുടെ പിടിയിൽ നിന്ന് മുക്തയാക്കപ്പെട്ടുകൊണ്ട് അവൾ നിദ്രയെ പുൽകി. തന്റെ നെഞ്ചിന്റെ ചൂടിൽ പതുങ്ങിക്കിടക്കുന്നവളുടെ നിദ്രയുടെ ആഴമളന്നുകൊണ്ടവൻ അവളെ തന്നിൽ നിന്ന് വേർപ്പെടുത്തി അവളെ കിടക്കിലേക്ക് കിടത്തി. അവിടുന്ന് എഴുന്നേറ്റ് ചാരിയിട്ടിരുന്ന വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി. ഗൗൺ ഇറങ്ങി തുടങ്ങുമ്പോൾ തന്നെ കേൾക്കുന്നുണ്ട് താഴത്തെ മുറിയിൽ നിന്നുള്ള സൗദാമിനിയുടെ തൊണ്ടകുത്തിയുള്ള ചുമ. ഗൗൺ ഇറങ്ങി അവൻ സൗദാമിനിയുടെ മുറിക്കൊമ്പിൽ വന്നിരുന്നുകൊണ്ട് ചാരിക്കിടന്ന വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. ആരാ? നീലിയാണോ? തളർന്നിലുള്ള അവരുടെ ശബ്ദം കേൾക്കെ ഇന്ദ്രന്റെ ചുണ്ടുകളിൽ പുച്ഛം നിറഞ്ഞു. എനിക്ക് തീരെ വയ്യ, എനിക്ക് കുടിക്കാൻ കുറച്ച് ചൂടുവെള്ളം കൊണ്ട് തന്നേ. ആ അവസ്ഥയിലും കൽപ്പനയ്ക്ക് ഒരു കുറവുമില്ല. നീലിയല്ല, നീലിയെ പ്രതീക്ഷിച്ചെടുത്ത് ഇന്ദ്രന്റെ ശബ്ദം കേൾക്കെ അവരൊന്നും നെറ്റി വിളിക്കാതിരുന്നില്ല. നീയോ? നീ എന്തിനായിപ്പോ ഇങ്ങോട്ട് വന്ന് എന്നെ തെക്കോട്ട് എടുത്തോന്ന് അറിയാനാണോ? ആ ഒരു അവസ്ഥയിലും അവനോടുള്ള നീരസം ഒട്ടും കുറക്കാതെ തന്നെ ചോദിച്ചു. അത്ര പെട്ടെന്ന് അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് എനിക്കറിയാം. അനുഭവിച്ച് കൂട്ടാനുള്ളതിൽ അനുഭവിച്ചു കൂട്ടിയിട്ടേ നിങ്ങളെ കാലം കൊണ്ടുപോകും. അത്രയ്ക്കുണ്ടല്ലോ ചെയ്തു കൂട്ടിയ നന്മകൾ. അവൻ ചുണ്ടുകൊട്ടി പറഞ്ഞുകൊണ്ട് ആർക്ക് മുമ്പിലേക്ക് കയറി നിന്നു. ഇപ്പൊ ഇത് പറയാനാണോ നീ ഇവിടെ കെട്ടിയെടുത്ത്? ആ ഒരു ശ്വാസം ഒന്ന് ആഞ്ഞു വലിച്ചുകൊണ്ട് ചോദിച്ചു. ഒരു ചോദ്യം, ഒരൊറ്റ ചോദ്യം, അത് ചോദിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോയേക്കാം. എന്റെ അമ്മയെ കൊന്ന് നിങ്ങളുടെ അറിവോടെയാണോ? അവന്റെ ചോദ്യം കേൾക്കെ സൗദാമിനിയുടെ കണ്ണുകളൊന്നും മിഴിഞ്ഞു. എന്താ? അവരത് തന്നെയല്ലേ അവൻ തന്നോട് ചോദിച്ചെന്നറിയാനെന്നോണം തിരക്കി. നാൽപ്പാട് ശിവശങ്കരൻ തമ്പി എന്ന ചെറ്റ എന്റെ അമ്മയെ കൊന്ന് നിങ്ങളുടെ അറിവോടെയാണോന്ന് അവനൽപ്പം കടുപ്പിച്ചെന്ന് അവരോട് ചോദിച്ചു. അവന്റെ ആ ചോദ്യവും ആ മുഖത്ത് തെളിഞ്ഞിരിക്കുന്ന ഭാവം കാണെ അവർക്കുള്ള ഒന്ന് കിടിയെടുത്തു പോയി. നീ ഇതെന്തൊക്കെയായി പറയുന്ന ഇന്ദ്ര? അത് നിന്റെ മുത്തശ്ശനാ? അവരൊരു വിറയലോട് അവനോട് പറഞ്ഞു. ഒരു കഴുകനെ പോലെ എന്റെ അമ്മയെ കുത്തിവരച്ച ആ ശവന്തീനിയെ മുത്തശ്ശനെന്ന് വിളിക്കാൻ മാത്രം അർത്ഥപതിച്ചിട്ടില്ല ഞാൻ. അവൻ അവരോട് മുരണ്ടു. ഇന്ദ്ര! അവർ കേട്ട കാര്യത്തിന്റെ നടുക്കത്തിൽ അവനെ ഒന്ന് വിളിച്ചുപോയി. അധികം അഭിനയൊന്നും കാഴ്ചവെക്കണമെന്നില്ല. സ്വന്തം കൊച്ചുമകനെ കൊലക്കൊടുക്കാൻ കൂട്ടുന്നവരല്ലേ നിങ്ങളിൽ നിന്ന് ഇങ്ങനെ ഒരു ഭാവം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അവരൊരു പുച്ഛഭാവത്തിൽ പറഞ്ഞു നിർത്തിയതും അവർ നെഞ്ചിൽ കൈവച്ചെന്ന് ഒഴിഞ്ഞുകൊണ്ട് ആഞ്ഞ് ശ്വാസം വലിച്ചു വിട്ടുകൊണ്ടിരുന്നു. ഇനിയിപ്പോ നിങ്ങൾ അറിഞ്ഞിട്ടാണെങ്കിലോ അല്ലെങ്കിലും നിങ്ങൾക്കുള്ള ശിക്ഷ അത് നിങ്ങൾ അനുഭവിച്ചേ മതിയാവും. ഇനിയുള്ള നാളത്രീ ഇവിടെ ആരും നോക്കാനില്ലാതെ ഈ കട്ടിൽ കിടന്ന് നിങ്ങൾ നരകം കാണണം. അതാ നിങ്ങൾക്കുള്ള ശിക്ഷ. ഭർത്താവിന്റെ സകല കഴപ്പിനും കൂട്ടിൽക്കുന്ന പതിവ്രതയായ ഭാര്യയല്ലേ? അപ്പൊ അധികം കിടന്ന് നരയിക്കാതെ തന്നെ അങ്ങേര് നിങ്ങളെ കൂടി പരലോകത്തേക്ക് കൂട്ടിക്കോളും. അതുകൂടി ആയതും അവരുടെ ശ്വാസം വിലങ്ങി. തമ്പിയേട്ടനെ നീ എന്താണാ ചെയ്തേ? ആറ് വിറയാർന്ന ശബ്ദത്തിൽ ചോദിച്ചു. അയാളെ ഇനി ഞാൻ ചെയ്യാൻ ബാക്കിയായിട്ട് ഒന്നുമില്ല. ദേ, ഈ കൈ കൊണ്ട് അധികം വൈകാതെ തന്നെ ആ കൊരവള്ളി കൂടി ഞാൻ അറുത്തു മാറ്റും. അവൻ തന്നെ വലതു കൈ അവന്റെ മുഖത്തിന് നേരെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു ഉന്മാദം നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു. സൗദാമിനിയുടെ ശ്വാസഗതി ഉയർന്നു. വൈകാതെ തന്നെ നാൽപ്പാട് ശിവശങ്കരൻ തമ്പിയും മോനും ചത്തു എന്ന വാർത്ത കേട്ട് ഉണരാനുള്ള ഭാഗ്യം നിങ്ങളെ തേടിയെത്തും. ആ ഒരു വാർത്തയ്ക്ക് വേണ്ടിയായിരിക്കണം ഇനിയുള്ള നിങ്ങളുടെ ഓരോ നിമിഷവും നിങ്ങൾ തള്ളി നീക്കാൻ. അവനൊന്ന് പല്ലിയടിച്ച് പറഞ്ഞുകൊണ്ട് ആ മുറി വിട്ട് പുറത്തേക്ക് പോയി. അപ്പോഴും സൗദാമിനിയുടെ ഉറക്കെയുള്ള പദം പറച്ചിലും കരച്ചിൽ ചീലുകളും നടുമുറ്റത്ത് പെയ്യുന്ന മഴയുടെ ശബ്ദത്തെ തോൽപ്പിച്ചുകൊണ്ട് ആ വരാന്തയിലൂടെ നടന്നു നീങ്ങുന്നവന്റെ കാതുകളെ തേടിയെത്തുന്നുണ്ടായിരുന്നു. തനിക്ക് മുന്നിൽ തറയിൽ കിടന്നു പിടയുന്ന ശിവശങ്കരനെ കാണെ ഇന്ദ്രൻ അയാളുടെ പൊള്ളിയടർന്ന ശരീരത്തിലേക്ക് ഒരു പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് തന്റെ കയ്യിൽ നിന്ന് ഇരുമ്പ് വടി കൊണ്ട് അയാളുടെ താടിയിൽ പിടിച്ച് തൂങ്ങിയാടിക്കൊണ്ടിരിക്കുന്ന അയാളുടെ തല അവന് നേർക്ക് ഉയർത്തി. അയാളുടെ കുഴഞ്ഞു പോകുന്ന സ്വരം വീണ്ടും കാതുകളെ തേടിയെത്തിയതും അവന്റെ ചുണ്ടിൽ ഒരു ക്രൂരമായ ചിരി വിരിഞ്ഞു. അവന്റെ കയ്യിലുണ്ടായിരുന്ന ഇരുമ്പ് തണ്ട് ആ പരുവരുത്ത ശബ്ദത്തിന് മറുപടി എന്നോണം ശിവശങ്കരന്റെ കവിൾ തട്ടി. വെള്ളമോ? ഈ കണ്ട ആളുകളുടെ ചോരയെല്ലാം ഊറ്റി കുടിച്ചിട്ടും തന്റെ ദാഹം തീർന്നില്ലേ? ഇന്ദ്രൻ പുച്ഛത്തോടെ ചോദിച്ചു. അവന്റെ കണ്ണുകൾ പകയുടെ തീവ്രതയിൽ തിളങ്ങി. ശിവശങ്കരന്റെ കണ്ണുകളിൽ ചോര കലങ്ങിയിരുന്നു. ഓരോ ശ്വാസവും പുറത്തേക്ക് പോകുമ്പോൾ മരണത്തിന്റെ മണം അയാൾക്ക് ചുറ്റും നിറഞ്ഞു. വേണ്ട, എന്നെ കൊല്ലരുത്. അയാൾ വേദനയിൽ ഞെരങ്ങി. തന്റെ ദയനീയത ഇന്ദ്രന്റെ മനസ്സിൽ ദയ നിറച്ചിരുന്നെങ്കിൽ എന്ന തോന്നലോടെ അയാൾ പറഞ്ഞു. തന്നെ കൊല്ലരുതെന്നോ?
ഇന്ദ്രൻ ആ ഇരുമ്പോടി ശക്തി അയാളുടെ പൊള്ളിയടന്ന മുഖത്തേക്ക് ആഞ്ഞു വീശി. ആ വെന്ത മാംസത്തിൽ നിന്ന് ചീറ്റിയ ചോരയുടെ ചൂട് അവന്റെ വിരലുകളിൽ പറ്റി നിന്നു. നിന്റെ മരണം അത്ര എളുപ്പമുള്ളതായിരിക്കണമെന്ന് താൻ വെറുതെ പോലും ആഗ്രഹിക്കരുത് ശിവശങ്കര. പക്ഷെ ഇപ്പോഴുള്ള തന്റെ ഈ പോക്ക് കണ്ടിട്ട് താൻ അധികം വൈകാതെ വടിയാവുന്ന ലക്ഷണമാണ്. അത് വേണ്ട, അതിനു മുമ്പ് തന്റെ ജീവനന്റെ ഈ കൈ കൊണ്ട് തന്നെ എടുക്കണം എനിക്ക്. ആൻ പറഞ്ഞുകൊണ്ട് ശിവശങ്കരൻ തമ്പിയുടെ ശോഷിച്ച കാലുകളെ ചവിട്ടി ഞെരിച്ചു. താൻ എന്റെ അമ്മയോട് ചെയ്തതിനേക്കാൾ വലിയ വേദന തനിക്ക് നൽകണമെന്നുണ്ട് എനിക്ക്. പക്ഷെ തന്നെ എത്ര ഉപദ്രവിച്ചിട്ട് എനിക്കൊരു സംതൃപ്തി കിട്ടുന്നില്ലല്ലോ. അതെന്താ അങ്ങനെ ശിവശങ്കര? ആൻ തന്റെ കാൽ കീഴിൽ കണ്ണുകൾ തുറപ്പിച്ചുകൊണ്ട് നരകത്തിൽ നിന്ന പോൽ പിടയുന്ന ശിവശങ്കരനെ നോക്കി തിരക്കി. തനിക്ക് വെള്ളം വേണമല്ലേ? ആൻ ചുറ്റും നോക്കി. ആ മുറിയിൽ ഇരുട്ട് അവന്റെ ക്രൂരതയ്ക്ക് കൂട്ടായി നിന്നു. അവൻ അവിടെ മൂലയിൽ വെച്ചിരുന്ന ഒരു വലിയ മൺപാത്രം കാലുകൊണ്ട് തട്ടി നിരക്കി. അതിനുള്ളിലെ തണുത്ത വെള്ളം അയാളെ നോക്കി പല്ലിളിച്ചു. ശിവശങ്കരൻ ആ വെള്ളത്തിലേക്ക് കൊതിയോടെ നോക്കി. ജീവന്റെ അവസാന കണിക ആ വെള്ളത്തിൽ പ്രതീക്ഷിച്ചു. ഇന്നാ കുടിച്ചോ. ഇന്ദ്രൻ ക്രൂരമായി ചിരിച്ചു. എന്നിട്ട് ശക്തിയായി ശിവശങ്കരന്റെ കഴുത്തിൽ പിടിച്ച് ആ വെള്ളത്തിലേക്ക് മുക്കി താഴ്ത്തി. തന്റെ കൈകൾ പിടയുന്ന അയാളുടെ ദുർഗന്ധം വമിക്കുന്ന ശരീരം ആ വെള്ളക്കെട്ടിൽ മുക്കി പിടിച്ചും പിന്നീട് പൊക്കിയെടുത്തു. അവൻ തന്റെ പ്രവൃത്തിയിൽ ആനന്ദം കണ്ടെത്തി. ശിവശങ്കരൻ തമ്പി അവന്റെ കയ്യിൽ പിടയുന്ന ഓരോ നിമിഷവും നരകവേദന എന്തെന്ന് അറിഞ്ഞുകൊണ്ടിരുന്നു. കുടിക്ക്, ഇത് മുഴുവൻ താൻ കുടിച്ചു വറ്റിക്ക്. അടങ്ങട്ടെ തന്റെ ഒടുക്കത്തെ ദാഹം. ആൻ വെറി പിടിച്ച പോലെ പറഞ്ഞുകൊണ്ട് തന്റെ പ്രവൃത്തി തുടർന്നു. വ്യാസനും മേഘനുമെല്ലാം ഒരു കാഴ്ചക്കാരെ പോലെ ആ രംഗം തന്നെ കണ്ണുകളിൽ നിറച്ചു വെച്ചു. എന്തുകൊണ്ട് ആ പ്രവൃത്തി ചെയ്യാൻ അർഹതപ്പെട്ട കൈകൾ അത് അവന്റേതാണെന്ന് അവർക്ക് ബോധ്യമുള്ളതുകൊണ്ടാവണം. അവർ നിന്നിടത്തുന്ന ഒരു തരി പോലും അരങ്ങിയിരുന്നില്ല. നിമിഷങ്ങൾ കടന്നു പോകവേ ആ മുറിയുടെ ഭീകരതയെ ഭേദിച്ചുകൊണ്ട് ഒരു ഞരക്കം പോലും പുറത്തു വരാതെ ശിവശങ്കരന്റെ ശരീരം ഇന്ദ്രന്റെ കൈകൊണ്ട് തണുത്തുറയാൻ തയ്യാറെടുത്തു. ഇത്ര നേരമുണ്ടായിരുന്ന പിടച്ചിലേതുമില്ലാതെ വന്നു ഇന്ദ്രൻ അയാളുടെ തല വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു. കണ്ണുകൾ തുറപ്പിച്ച് കിടക്കുന്ന ആ മൃതദേഹത്തിലേക്ക് ഒരു നിമിഷം നോക്കി. അതിലേക്ക് നോക്കുന്തോറും അവന്റെ മുഖത്തൊരു സംതൃപ്തിയുടെ നിഴൽ പോലും രൂപം കൊണ്ടില്ല. പക തീർന്നു. പക്ഷേ മനസ്സിലെ കനൽ അത് കെടാത്ത പോലെ. ഒരുപക്ഷെ അയാൾ ഇനി എങ്ങനെയൊക്കെ കൊന്നാലും ആ കനൽ അത് കെട്ടണമെങ്കിലെന്ന് അവനൊരു പുച്ഛത്തോടെ മനസ്സിലാക്കി. ഡാ എഴുന്നേൽക്ക്. ഏറെ നേരമായി ആ ശവത്തിലേക്ക് തന്നെ കണ്ണു നട്ടിരിക്കുന്നവനെ കാണെ മേഘൻ അവനരികിലേക്ക് ചെന്ന് അവനെ പിടിച്ചു വലിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അവനൊപ്പം എഴുന്നേറ്റ് നിന്നവൻ ചുവന്ന് കലങ്ങിയ കണ്ണുകളോടെ മേഘനെ നോക്കിക്കൊണ്ട് ആ മുറി വിട്ട് പുറത്തേക്ക് പോയി. രാഹു! അവൻ പോകുന്നത് നോക്കിക്കൊണ്ട് മേഘൻ രാഹുവിനെ ഒന്ന് വിളിച്ചു. എന്താടാ? എത്രയും വേഗത്തെല്ലാം ഒതുക്കാവന്മാരോട് പറഞ്ഞേൽപ്പിക്കണം. ഇങ്ങനെയൊന്നും ഇവിടെ നടന്നതിന്റെ ഒരു തെളിവ് ഇവിടെ അവശേഷിക്കാത്ത വണ്ണം എല്ലാം ക്ലീൻ ആയിരിക്കണം. അവർ രാഹുവിനോട് പറഞ്ഞേൽപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതും കാണുന്നത് തന്റെ വണ്ടി എടുത്തു പോകുന്ന ഇന്ദ്രനെയാണ്. ഞങ്ങളീ നട്ടപ്പാടിക്ക് തിരിക്കും ശാരദേശി. ഇനി ഇങ്ങോട്ട് ഉടനെ ഒരു തിരിച്ചറിവില്ലെന്ന ഇന്ദ്രേട്ടൻ പറഞ്ഞു. അതുകൊണ്ട് ചേച്ചി ഇനി മുതൽ എല്ലാ ദിവസവും ഇവിടെ വേണം. ശരി കുഞ്ഞെ. അവരത് സമ്മതിച്ചുകൊണ്ട് പറഞ്ഞു. ചേച്ചി ഒറ്റക്കാവില്ല, കൂട്ടിന് ഹോം നേഴ്സിനെ കൂടി വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ദ്രേട്ടൻ. അധിക നാളൊന്നുമില്ല. യാത്ര പോയവർക്ക് തിരികെ വരുന്നവരെ മതി കേട്ടോ. കുഞ്ഞ് പറയുന്ന പോലെ. അങ്ങനെ പറയണ്ട, ശാരദേച്ചിക്ക് പറ്റില്ലാച്ച തുറന്നു പറയണം. ഞാനിങ്ങനെ ഒന്ന് പറഞ്ഞു നേരിട്ട് ചേച്ചിക്ക് ഇഷ്ടമില്ലാച്ച ഞാൻ നിർബന്ധിക്കില്ല. അവൾ അവരോടൊരു ചിരിയോടെ പറഞ്ഞു. ഞാൻ നിന്നോളാം കുഞ്ഞെ, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. അവരൊരു പുഞ്ചിരി മടക്കി നൽകി. അവളോട് കാര്യം പറഞ്ഞുകൊണ്ട് അടുക്കള വശത്ത് ഉണക്കാനിട്ടിരുന്ന ഗോതമ്പൊന്ന് പരത്തിയിട്ടു. മഴ വരുന്ന ലക്ഷണമുണ്ടല്ലോ ശാരദേച്ചി. അവൾ കാറുറഞ്ഞുകൂടിയ മാനത്തേക്കൊന്ന് മിഴിവായിച്ചു. അപ്പോഴേക്കും ആദ്യത്തുള്ളി അവന്റെ കവിൾ തടത്തെ സ്പർശിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് പതിച്ചിരുന്നു. കൊടി കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഇങ്ങനെ ഒരു മഴ പതിവുള്ളതല്ലേ കുഞ്ഞെ, ഇതാ അതിൻ്റെയാ. അവർ പറഞ്ഞുകൊണ്ട് തഴപ്പായിലിട്ടിരുന്ന കോതമ്പ് അതേപടി തിരുത്തി പിടിച്ച് പൊക്കിയെടുത്തു. ചേച്ചി ഇതൊക്കെ എടുത്തു വെക്ക്, ഞാൻ അലക്കിയിട്ട് തുണിയെടുക്കട്ടെ. അവൾ ഉടുത്തിരുന്ന സാരി തുമ്പൊന്ന് ഇടുപ്പിലേക്ക് തിരുക്കിക്കൊണ്ട് ആ ചാറ്റൽ മഴയിലൂടെ അയ ലക്ഷ്യം വെച്ച് വേഗത്തിൽ നടന്നു നീങ്ങി. അവന്റെ ബുള്ളറ്റ് ഒരു ഇരുമ്പലോടെ നാൽപ്പാട്ട് കൗലത്തിന്റെ മതിൽക്കെട്ടിനുള്ളിലേക്ക് പാഞ്ഞു കയറി. ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്ന മഴയുടെ ചിത്രപ്പണികൾ അവന്റെ ദേഹത്ത് പ്രകടമായി തന്നെ കാണാമായിരുന്നു. മുറ്റത്തുകൊണ്ട് നിർത്തിയ ബുള്ളറ്റൊന്ന് സ്റ്റാൻഡ് തട്ടാൻ പോലും നിൽക്കാതെ അവൻ വേഗത്തിൽ തറവാടുകൾ ലക്ഷ്യം വെച്ച് നടന്നു. തമ്പുരാൻകുട്ടിയല്ലേ കുഞ്ഞാ പോയത്? ശാരദ അരച്ചു പെയ്യുന്ന മഴയിലേക്കൊന്ന് കണ്ണു ചുരുക്കി നോക്കിക്കൊണ്ട് പറഞ്ഞതും കയ്യിലെ വസ്ത്രങ്ങൾ ഓരോന്നായി അടുക്കള തിട്ടിൽ കെട്ടിയിരുന്ന അയിലേക്ക് വിരിക്കുന്നവരുടെ ശ്രദ്ധ ഒരു നിമിഷത്തേക്ക് അവിടേക്ക് പോയി. ഈ മഴയത്ത് ഈ തമ്പുരാൻകുട്ടി എന്തിനാപ്പം അങ്ങോട്ട് പോയേ? ഇതൊന്ന് വിരിച്ചിട്ടേ ശാരദേച്ചി, ഞാൻ നോക്കിയിട്ട് വരാം. അവൾ ബാക്കിയുള്ള തുണികൾ അവരുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് തലയിൽ കൈവച്ച് ആ മഴയിലൂടെ വേഗത്തിൽ നടന്നു നീങ്ങി. കുളപ്പുരയുടെ വാതിൽ തള്ളി തുറന്ന ഓരോ പടവുകളായി ധൃതിയിൽ ഇറങ്ങുന്നതിനിടെ അവളുടെ കണ്ണുകൾ അവൻ അവിടെ ആകെ തിരിഞ്ഞു കളഞ്ഞു. മഴ ഇപ്പോൾ പഴയതിലും ശക്തി പ്രാപിച്ചിട്ടുണ്ട്. അതിന്റെ തീവ്രത എത്രത്തോളമാണെന്ന് ആ കുളത്തിലേക്ക് വന്ന് പതിക്കുന്ന വെള്ളത്തുള്ളിയിൽ നിന്ന് അറിയാമായിരുന്നു. എവിടെ പോയി? ആൾ മറപ്പുരയിൽ നിന്ന് എത്തി നോക്കിക്കൊണ്ട് സ്വയം ചോദിച്ചു.
അവിടെയെങ്കിലും അവനെ കാണാതായതും അവൾ തനിക്ക് മുമ്പിൽ കാണുന്ന നീണ്ടു നിവർന്ന് കിടക്കുന്ന ജലാശയത്തിലേക്ക് നോക്കിയൊന്ന് ഉമിനീരിറക്കി. ഇന്ദ്ര. ഭയത്താൽ അവന്റെ നാമം ചുണ്ടുകൾക്കിടയിലൂടെ പുറത്തേക്ക് വരാനൊരുങ്ങിയ അതേ നിമിഷം തന്നെ കുളത്തിന്റെ ഒത്ത നടുക്കായി അവൻ ഉയർന്നു വന്നു. അത് കണ്ടപ്പോഴാണ് അവൾക്കുള്ളിലെ പിടപ്പൊന്ന് അടങ്ങിയത്. ഇന്ദ്രേട്ടാ. അവൻ വീണ്ടും വെള്ളത്തിലേക്ക് ഊളിയിടാൻ ഒരുങ്ങിയാണെന്ന് മനസ്സിലായിക്കൊണ്ടവൾ അടുത്ത നിമിഷം അവനെ വിളിച്ചു. മുഖത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന വെള്ളം തുടച്ച് നീക്കിക്കൊണ്ടവൻ അവൾ നിൽക്കുന്നിടത്തേക്കൊന്ന് നോക്കി. അവൻ നോക്കുന്ന കണ്ടതും അവൾ തനിക്കരിയിലേക്ക് വരാനെന്നപ്പോൾ അവനോട് കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. അത് കാണെ അവൻ അവളെ ലക്ഷ്യം വെച്ച് നീന്തി തുടങ്ങി. എന്തിനീ മഴയത്തിലേക്ക് വന്നേ? അവൾ തനിക്കരിയിലേക്ക് നീന്തിയെടുക്കുന്നവരോട് ചോദിച്ചുകൊണ്ട് ഓരോ പടവുകളായി താഴേക്ക് ഇറങ്ങി. കുളിക്കാനായിരുന്നു കുളിമുറിയിൽ നിന്ന് കുളിച്ചാൽ പോരായിരുന്നു ഇന്ദ്രേട്ടാ. തനിക്ക് തൊട്ടുമുന്നിലെ പടിയിൽ നിന്ന് തന്നെ ഉറ്റുനോക്കി നിൽക്കുന്നവനോടായി അവൾ പറഞ്ഞു. അവൻ പക്ഷേ അതൊന്നും കേൾക്കുന്നേ ഉണ്ടായിരുന്നില്ല. ഇതെന്താ ഇട്ട വസ്ത്രത്തോടെ തന്നെ ചാടിക്കളഞ്ഞ്? ആളവന് ദേഹത്തേക്ക് കൊട്ടിക്കിടക്കുന്ന വസ്ത്രത്തിലേക്ക് നോക്കിക്കൊണ്ട് അവനോട് ചോദിച്ചു. നിക്ക്, ഞാൻ പോയി തോർത്തെടുത്തിട്ട് വരാം. ആൾ പറഞ്ഞുകൊണ്ട് മറപ്പൊരു ലക്ഷ്യം വെച്ച് തിരിഞ്ഞതും അവന്റെ കൈയോടെ വലതുകയിൽ പിടുത്തമിട്ടിരുന്നു. അവളൊരു സംശയത്തോടെ അവനെയും അവൻ പിടിച്ച കൈയിലേക്ക് വന്ന് നോക്കി. അവരെ ഇരുവരെയും ഒരുപോലെ നനച്ചുകൊണ്ട് മഴ തകൃതിയായി പെയ്തുകൊണ്ടിരുന്നു. അതിന് കൂട്ടുന്നവളൊരു ഇടിയും വെട്ടി. ഇങ്ങനെ മഴയത്തേക്കാതെ കയറി വൈന്ദ്രേട്ടാ. അവൻ പിടിച്ച് അവന്റെ കൈയൊന്ന് വലിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ അതേ നിർത്ത് അവിടെ നിന്നല്ലാതെ ഒരു തരിമ്പ് പോലും അനങ്ങിയില്ല. എന്തെങ്കിലും നിൽക്കുന്നേ? ഇവിടെ ഞാൻ നിൽക്കാതെ വായിന്തേട്ടാ. അവൾ ഒരിക്കൽ കൂടി അവന്റെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു. അവന്റെ കൈകൾ പൂണ്ടടക്കം അവളിലൂടെ ചുറ്റുവരിയുന്നതിനൊപ്പം അവൻ തന്നെ മുഖം അവിടെ മാറിൽ ഒളിപ്പിച്ചിരുന്നു. അവനെ ആ പ്രതീക്ഷിക്കാതെയുള്ള പ്രവൃത്തിയിൽ അവൾ ശക്തമായി ഒന്ന് ഞെട്ടുന്നതിനൊപ്പം പുറകിലേക്കൊന്ന് ആഞ്ഞുപോയി. തന്റെ ഇടുപ്പിൽ മുറുകുന്ന കൈകൾക്ക് ശക്തി ഏറി വരുന്നുണ്ടെന്ന തിരിച്ചറിവാണ് അവൾ അതിൽ നിന്ന് തിരികെ കൊണ്ടുവന്നത്. ഇന്ദ്രേട്ടാ. ആളൊന്ന് വിറച്ചുകൊണ്ട് തന്നെ നെഞ്ചിൻ ചൂടിലേക്ക് മുഖമൊളിപ്പിച്ച് വെച്ചിരിക്കുന്നവനെ ഒന്ന് വിളിച്ചു. പക്ഷേ തന്നെ ചുറ്റി വരിഞ്ഞിരിക്കുന്ന കൈകൾക്ക് മുറുക്കം കൂടി വന്നല്ലാതെ അവനിൽ നിന്ന് പ്രതികരണം ഇതും ഉണ്ടായില്ല. അത് കാണെ അവൾ ശക്തിയിൽ അവന്റെ മുഖം തന്നെ മാറിൽ നിന്ന് ഉയർത്തി. ചുവന്ന് കറങ്ങിയിരിക്കുന്ന കണ്ണുകൾ കാണെ അവൾ ഒരു നിമിഷം കരഞ്ഞതാണോ അല്ലയോ എന്ന സംശയത്തിൽ നിന്നുപോയി. എന്നാൽ തന്നെ ഉറ്റുനോക്കുന്ന നിർവികാരത തളം കെട്ടിയ കണ്ണുകളിൽ നിന്ന് മഴത്തുള്ളികളോടൊപ്പം ഒഴുകിയിറങ്ങുന്ന മിഴിനീർ കണങ്ങൾ അറിഞ്ഞെന്നപ്പോൾ അവൾ അവന്റെ കവിളിലേക്ക് തന്റെ കൈ ചേർത്ത് വെച്ചു. എന്താ പറ്റി? എന്തിനാ ഇവിടെ ഇങ്ങനെ? അവളുടെ അരിവോടെയുള്ള വാക്കുകൾ കാതുകളെ പൊതിഞ്ഞതും അവനൊന്നും പറയാതെ വീണ്ടും അവിടെ മാറിൻ ചൂടിൽ അഭയം പ്രാപിച്ചു. അവളുടെ കൈകളും ഒട്ടും മടിക്കാതെ ഒരു കുഞ്ഞിനെ എന്നപ്പോൾ അവനെ തന്നെ നെഞ്ചിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് അവന്റെ മുടിയിലൂടെ വിരലോടിച്ചു. ഞാൻ അയാളെ കൊന്നടി. എൻ്റെ അമ്മയെ ഇല്ലാതാക്കി എന്നെ അനാഥനാക്കിയവനെ ഞാൻ കൊന്നു. മുറിഞ്ഞു പോകുന്ന അവന്റെ വാക്കുകൾ കേൾക്കെ അവളുടെ ഉള്ളെന്ന് ശക്തമായി നടുങ്ങി വിറക്കുന്നതിനൊപ്പം അവന്റെ തലയിലൂടെ തഴുകിക്കൊണ്ടിരുന്ന അവരുടെ കൈകൾ ഒരു നിമിഷം ചലിക്കാൻ മറന്നെന്ന പോലെ നിശ്ചലമായി. തങ്ങളെ ഒരുപോലെ നനച്ചുകൊണ്ട് പെയ്തിറങ്ങുന്ന കാർമേഘ കെട്ടുകളെയോ അതിന്റെ കുളിരോ ശരീരത്തെ വന്ന് മൂടുന്ന അറിയാത്തവണ്ണം ശരീരവും മനസ്സും ഒരു നിമിഷത്തെ അവന്റെ തുറന്നു പറച്ചിൽപ്പെട്ട് തണുത്തുറഞ്ഞെന്ന് അവൾക്ക് തോന്നി. ഞാൻ അയാളെ കൊന്നടി. എൻ്റെ അമ്മയെ ഇല്ലാതാക്കി എന്നെ അനാഥനാക്കിയവനെ ഞാൻ കൊന്നു. വീണാ നുറുങ്ങുവാക്യങ്ങൾ കാതുകളെ പൊതിയുന്ന അവൾ അറിഞ്ഞു. ഇന്ദ്രേട്ടാ, എന്തൊക്കെയാ പറ? എൻ്റെ അമ്മ കോണിപ്പടിയിൽ നിന്ന് കാൽ വഴുതി വീണ് മരിച്ചതല്ല നീരി. അയാള് ആ കൊന്നതാ. അവൻ അവളിൽ നിന്ന് മുഖമുയർത്തിക്കൊണ്ട് ചീറി. ആര്? അവളൊരു വിറയലോട് അവനോട് ചോദിച്ചു. വേറെ ആര്? അയാള് തന്നെ, നാൽപ്പാട്ട് ശിവശങ്കരൻ തമ്പി. അയാളെ എൻ്റെ അമ്മയെ കടിച്ചുടഞ്ഞ ആ വേട്ടമൃഗം. ഇന്ദ്രന്റെ വെളിപ്പെടുത്തൽ കേൾക്കെ അവളുടെ കണ്ണുകളൊന്നും പുറത്തേക്ക് തുറിച്ചുപോയി. ഇന്ദ്രേട്ടാ. അവൾ കേട്ട കാര്യത്തിന് നടുക്കത്തിൽ അത്രയും പതിയെ അവനെ ഒന്ന് വിളിച്ചുപോയി. എൻ്റെ അമ്മ ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ട് കൂടി അയാള് ആ പാവത്തിനെ വെറുതെ വിട്ടില്ലടി. ഒന്ന് ശബ്ദം ഉയർത്തി കരയാൻ പോലും കഴിഞ്ഞിട്ടുണ്ടാവില്ല അതിന്. അവൻ ആൾക്കുമ്പിൽ നിന്ന് കണ്ണുനീർ വാർത്തു. ആ വൃത്തികെട്ടവൻ ഒറ്റൊരാൾ കാരണ നാൽപ്പാട്ട് ലക്ഷ്മണ ജിതേന്ദ്രൻ എന്ന ഞാൻ തന്തയും തള്ളയും ഇല്ലാത്തവനായത്. എല്ലാവർക്കും ഒപ്പം എല്ലാവരും ഉണ്ടായിരുന്നു. എനിക്ക് മാത്രമാ രണ്ടുപേരെയും ഒരുപോലെ നഷ്ടപ്പെട്ടത്. എല്ലാം ഉണ്ടായിട്ടും ഞാനിങ്ങനെ ഒന്നും ഇല്ലാത്തവനായി ആളുകളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി അയാളാ. ആ ഒറ്റൊരുത്തനാ എന്നിങ്ങനെ ആക്കി തീർത്ത്. അവനെ അയാളോടുള്ള ദേഷ്യത്തിൽ ചീറി. എല്ലാവരും പറയുന്ന പോലെ ഈ കഴിഞ്ഞ 29 വർഷം ഞാൻ അയാളുടെ കയ്യിലെ കളിപ്പാവയായിരുന്നു. അയാൾ കീ കൊടുക്കുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന കളിപ്പാവ. അയാൾക്കും അത് തന്നെയായിരുന്നു വേണ്ടത്. എന്നാലല്ലേ അയാൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കൂ. അത് കേട്ടതും അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നത് അന്നത്തെ ശിവശങ്കരൻ തമ്പിയുടെയും സൗദാമിനിയുടെയും വാക്കുകളാണ്. എന്നിലൂടെ അയാൾ കണ്ടതും തിരികെ നേടാൻ ആഗ്രഹിച്ചതെല്ലാം എൻ്റെ അച്ഛനെയാ. അതിനുവേണ്ടി മാത്രം അയാൾ എന്നെ ഇത്രയും നാൾ തീറ്റിപ്പോറ്റിയത്.
നാട്ടുകാർ പറയുന്ന പോലെ നാൽപ്പാട്ട് ശിവശങ്കർ നമ്പിയുടെ സ്വകാര്യ അഹങ്കാരം അത് ഞാനായിരുന്നില്ല. അതെന്നും എൻ്റെ അച്ഛൻ മാത്രമായിരുന്നു. അമ്മ മരിച്ച ദുഃഖം താങ്ങാൻ കഴിയാതെ അച്ഛൻ ജീവനൊടുക്കുന്ന കാര്യം അയാൾ ഒരിക്കലും കരുതിയിരുന്നില്ല പോലും. അത് പറയുമ്പോൾ അവൻ്റെ ചുണ്ടുകളൊന്ന് കൂടി. അതറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ആ പോലെയാടി മോൻ എൻ്റെ അമ്മയെ കൊല്ലില്ലായിരുന്നു എന്ന്. അവൻ തന്റെ ഉപദ്രവം സഹിക്കാൻ കഴിയാവുന്ന ഒരു നിമിഷം ശിവശങ്കർ നമ്പിയുടെ വായിൽ നിന്ന് വീണ വാക്കുകളുടെ ഓർമ്മയിലൊന്ന് പല്ലുകടിച്ച് മുരണ്ടു. നീലി തനിക്കുമ്പിൽ നിൽക്കുന്നവന്റെ മാറി മാറി വരുന്ന ഭാവങ്ങൾക്കാണ് അവനെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ നിന്നുപോയി. അതറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ അമ്മക്ക് അവൻ ജീവൻ ദാനമായി നൽകുകയായിരുന്നു പോലും. അവന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കേൾക്കെ നീലി തന്റെ കണ്ണുകളൊന്ന് ഇറുക്കി അടച്ച് തുറന്നു. നീ പറയേ, ഞാൻ ചെയ്തിലെന്തെങ്കിലും തെറ്റുണ്ടോ? അവനവളെ രണ്ടു കൈകളും പിടിച്ചൊന്ന് കുലുക്കിക്കൊണ്ട് ചോദിച്ചു. അന്നേരം അത്രയും അവന്റെ മുഖത്ത് പതിപ്പിച്ചു വെച്ച അവളുടെ ആ കൂവള മിഴികൾ തങ്ങി നിരുന്ന നീർക്കണം കവിളുകളെ സ്പർശിച്ചുകൊണ്ട് ആ മഴക്കൊപ്പം ലയിച്ച് ചേർന്നു. അവൻ എന്റെ കൺമുമ്പിൽ ചത്തുമരച്ച് കിടക്കുന്നവരെ ഞാൻ ആ ചീഞ്ഞു പുഴുത്ത ദേഹത്തു നിന്ന് കഴിയെടുത്തിട്ടില്ല. തന്നെ നോക്കി പല്ലിയടിച്ചുകൊണ്ട് പറയുന്നവന്റെ കണ്ണിലെ തിളക്കം ഒരു വേള അവളെ ഭീതിയുടെ വക്കിൽ കൊണ്ടെത്തിച്ചു. കൊന്നു ഞാൻ. എന്റെ കലിതീരെ ഞാൻ അവനെ ഉപദ്രവിച്ച് രസിച്ചു. അവനവളെ പിടിച്ചു കുലുക്കിക്കൊണ്ട് ഒരു പൈശാചികമാർന്ന ചിരിയോടെ പറഞ്ഞു. അവളൊരു നിമിഷം ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് അവന്റെ ആ പെരുമാറ്റത്തിൽ കുരുങ്ങിപ്പോയി. എന്റെ കാൽ ചുവട്ടിൽ കിടന്നവൻ നരകം കണ്ടു. ചാകാ നേരം പോലും അയാൾ ഇത്ര പെട്ടെന്ന് ചാത്തല്ലോ എന്ന തോന്നൽ എനിക്കുണ്ടായത്. ഞാൻ ഇത്ര പെട്ടെന്ന് അയാളെ കൊല്ലാൻ പാടില്ലായിരുന്നു അലിഡി. അവനവളെ തനിക്കരികിലേക്ക് ചേർത്തിരുത്തിക്കൊണ്ട് ഒരു ഉന്മാദം നിറഞ്ഞ ഭാഗത്തിൽ ചോദിച്ചു. ഇന്ദ്രേട്ടാ മതി പ്ലീസ്. അവന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് ഭയന്ന് കുറച്ചവൾ കരഞ്ഞുപോയി. എന്തേ നീ എന്തിനാണ് കരയുന്നത്? നിന്നെ അയാൾ എന്തെങ്കിലും ചെയ്യാൻ നോക്കിയിരുന്നോ? തനിക്ക് മുന്നിൽ നിന്ന് കണ്ണുനീർ വാർക്കുന്നവളെ കാണെ അവൻ ആകുലതയോടെ തിരക്കി. എന്നാൽ അവന്റെ ആ വാക്കുകളും തന്നോടുള്ള കരുതലുമെല്ലാം അവളെ കൂടുതൽ ഭയപ്പെടുത്തുകയാണ് ചെയ്ത്. അതൊരിക്കലും അവനോടുള്ള ഭയമായിരുന്നില്ല, മറിച്ച് അവനെ ഓർത്തുള്ള ഭയമായിരുന്നു. ഒന്നിച്ചൊരു ജീവിതം തുടങ്ങുന്നതിന് മുന്നേ അത് കൈവിട്ടു പോകുമോ എന്ന ഭയമായിരുന്നു. തൽഫലമായി അവളുടെ കരച്ചിൽ ചീളുകൾ പുറത്തേക്ക് തെറിക്കുന്നതിനൊപ്പം അവൾ ഒരു തളർച്ചയോടെ താഴേക്ക് ഊർന്നിരുന്നു പോയി. നീലി, എന്താടി? അവൻ അവൾക്കരികിലേക്ക് ഇരുന്നുകൊണ്ട് ആകുലത നിറഞ്ഞ മുഖത്തോടെ അവിടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളെ തുടച്ചു കൊടുക്കുന്നതിൽ ചോദിച്ചു. നീ എന്തിനാടി കരയുന്നേ? അവൻ അവളുടെ മുഖം കൈക്കുമ്പിലേക്ക് എടുത്തുകൊണ്ട് ആകുലതയോടെ ചോദിച്ചു. അയാളെ കൊന്നതിനാണോ? അവൻ ചോദിച്ചു കഴിയുന്നതിന് മുന്നേ അവൾ അവന്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ച് ഇറുകപ്പെടുന്നിരുന്നു. പെട്ടെന്നുള്ള അവളുടെ ആ പ്രവൃത്തിയിലൊന്ന് അന്തിച്ചെങ്കിലും ഒരു നിമിഷം പോലും പാഴാക്കാതെ അവന്റെ കൈകൾ അവളെ ചുറ്റി വരിഞ്ഞ് തന്നിലേക്ക് ചേർത്തിരുന്നു. അതറിയെ അവൾ ഇത്തിരി കൂടി അവളിലേക്ക് പറ്റിച്ചേർന്നുകൊണ്ട് അവന്റെ നനഞ്ഞ മുടിയിലൂടെ വിരൽ പായിച്ചു. നീലി തന്നെ ചുറ്റി വരിഞ്ഞിരിക്കുന്നല്ലാതെ അവളുടെ അനക്കമേന്ന് കേൾക്കാതായതും അവൻ അവളെ ഒന്ന് വിളിച്ചു. അവൾ അവനെ പിടിയഴിക്കാതെ മിണ്ടാതിരിക്കാൻ എന്ന പോലെ ഒന്ന് ശബ്ദിച്ചു. കുറച്ചേരം ഞാൻ ഇങ്ങനെ ഇരുന്നോട്ടെ ഇന്ദ്രേട്ട. അവൾ പറഞ്ഞുകൊണ്ട് അവനിലേക്ക് പതുങ്ങിക്കൂടി. അത് കേട്ടതും അവൻ അവളുടെ കഴുത്തിലായി മുഖം മുളിപ്പിച്ചുകൊണ്ട് അവളെ വരിഞ്ഞു മുളുക്കി. ഇന്ദ്രേട്ട. അല്പനേരത്തിന് ശേഷം അവനും തണുത്തു എന്ന് തോന്നിയതും അവൾ അതേപടി ഇരുന്നുകൊണ്ട് അവനെ ഒന്ന് വിളിച്ചു. അവൻ കണ്ണുകൾ തുറക്കാവുന്ന മൂടി. ഇന്ദ്രേട്ടൻ ചെയ്താൽ ശരി, അയാളെ കൊല്ലുകയായിരുന്നു വേണ്ടിയിരുന്നത്. അവൾ അവന്റെ മുടിയിലൂടെ ഒന്ന് വിരലോടിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ അത് പറഞ്ഞു അവളുടെ ഇടുപ്പിനെ ചുറ്റി വരിഞ്ഞിരുന്ന അവന്റെ കൈകളൊന്ന് മുറുകുന്നതിനൊപ്പം അതുവരെ താളത്തിലായിരുന്ന അവന്റെ ശ്വാസത്തിന് കനമേറി. അവരിലെ ഈ മാറ്റങ്ങളെല്ലാം തിരിച്ചറിഞ്ഞെന്ന പോലെ അവൾ തന്റെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് വെച്ച് കിടക്കുന്നവന്റെ മൂർധാവിലൊന്ന് മുഖം അമർത്തി ചുംബിച്ചുകൊണ്ട് അവരെ തന്നിലേക്ക് ചേർത്തിരുത്തി ആശ്വാസം പകർന്നു. അവർ രണ്ടുപേരെ ഒരുപോലെ നനച്ചുകൊണ്ട് മഴ അവിടെ നിറഞ്ഞാടി. അതിനാക്കം കൂട്ടിക്കൊണ്ട് ആ കുളപ്പടവുകൾ ഓരോന്നായി മൂടപ്പെട്ടു. മഴയുടെ ശബ്ദവും അവരുടെ നിശ്വാസവും ഒരേ താളത്തിൽ ലയിച്ചു ചേർന്നു. അവർക്ക് ചുറ്റുമുള്ള ലോകം മുഴുവൻ ഒരു നിമിഷം നിശ്ചലമായി അവരെ മാത്രം കേട്ടു നിന്ന പോലെ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.